ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് 2026 ജനുവരി 3. വാർത്താ മോർണിംഗ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സമദൂര നിലപാട് തുടരുമെന്ന് NSS. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര നിലപാട് തുടരുമെന്ന് നായർ സർവീസ് സൊസൈറ്റി പ്രഖ്യാപിച്ചു. ഒരു രാഷ്ട്രീയ മുന്നണിക്കും പ്രത്യേക പിന്തുണ നൽകില്ലെന്നും സംഘടനയുടെ ദീർഘകാലമായുള്ള നിഷ്പക്ഷ നിലപാടിൽ മാറ്റമില്ലെന്നും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വ്യക്തമാക്കി. പെരുന്നയിലെ NSS ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പാലക്കാട് സീറ്റ് നിലപാട് വ്യക്തമാക്കി PJ കുര്യൻ. പാലക്കാട് നിയമസഭാ സീറ്റിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് താൻ ആരെയും വ്യക്തിപരമായി എതിർത്തിട്ടില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ വിശദീകരിച്ചു. ഇക്കാര്യത്തിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. പാർട്ടിയിൽ കഴിവുള്ള നിരവധി നേതാക്കളുണ്ടെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റേതാണ് അന്തിമ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊച്ചി തമ്മനം പുല്ലേപ്പടി റോഡ് വികസനം, ഭൂമി ഏറ്റെടുക്കലിന് അനുമതി. കൊച്ചി നഗരത്തിലെ തമ്മനം പുല്ലേപ്പടി റോഡ് 4 വരിപ്പാതയാക്കുന്ന പദ്ധതിക്കായി കൂടുതൽ ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. നഗരത്തിലെ കിഴക്ക് പടിഞ്ഞാറ് മേഖലകളെ ബന്ധിപ്പിക്കുന്ന ഈ ഇടനാഴി യാഥാർത്ഥ്യമാകുന്നതോടെ നഗരമധ്യത്തിലെ ഗതാഗത കുരുക്കിന് വലിയ പരിഹാരമാകും. കാർഷിക മേഖലയ്ക്ക് ഉണർവേകാൻ 2365 കോടിയുടെ കേര പദ്ധതി. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ പ്രാപ്തമായ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ 2365 കോടി രൂപയുടെ കേര പദ്ധതി നടപ്പിലാക്കുന്നു. സുസ്ഥിര കൃഷിരീതികൾ ശക്തിപ്പെടുത്തുക, ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിലൂടെ കേരളത്തിലുടനീളമുള്ള ഏകദേശം 32,000 കർഷകർക്ക് പ്രയോജനം ലഭിക്കും. ഉത്സവകാലത്ത് സപ്ലൈകോയ്ക്ക് 82 കോടിയുടെ റെക്കോർഡ് വിൽപ്പന. ക്രിസ്മസ് പുതുവത്സര വിപണിയിൽ സപ്ലൈകോ 82 കോടി രൂപയുടെ റെക്കോർഡ് വിൽപ്പന നടത്തി. സബ്സിഡി നിരക്കിലുള്ള ആവശ്യ സാധനങ്ങളുടെ വർദ്ധിച്ച ആവശ്യകതയും ഉപഭോക്താക്കളുടെ സജീവ പങ്കാളിത്തവുമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് അധികൃതർ അറിയിച്ചു. മകരവിളക്ക്, പുല്ലുമേട് പാതയിൽ തീർത്ഥാടക തിരക്കേറുന്നു. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പുല്ലുമേട് വഴി ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു. വൻ തിരക്ക് പരിഗണിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും അധികൃതർ കർശനമാക്കിയിട്ടുണ്ട്. തീർത്ഥാടകരുടെ സുഗമമായ യാത്രയ്ക്കായി കൂടുതൽ ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചു. ശബരിമല സ്വർണ്ണ മോഷണക്കേസ്. ശബരിമലയിലെ സ്വർണ്ണ അങ്കിയും മറ്റ് പുരാവസ്തുക്കളും മോഷണം പോയ സംഭവത്തിൽ അന്താരാഷ്ട്ര മാഫിയയ്ക്ക് പങ്കുണ്ടെന്ന് BJP ആരോപിച്ചു. കേസിൽ CPM നേതാക്കളെ സംരക്ഷിക്കാൻ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. തിരുവനന്തപുരത്ത് ഇന്ന് ശാസ്ത്രീയ സംഗീത സന്ധ്യ. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ഇന്ന് വൈകുന്നേരം ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീത കച്ചേരി നടക്കും. ഭൂപാലി എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിയിൽ പ്രമുഖ കലാകാരന്മാർ പങ്കെടുക്കും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിന് കുതിപ്പേകാൻ 42,000 കോടി. ഇലക്ട്രോണിക് ഘടകങ്ങളുടെ നിർമ്മാണത്തിനായി 42,000 കോടി രൂപയുടെ 22 പുതിയ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. സാംസങ്, ഫോക്സ്കോൺ, ടാറ്റ ഇലക്ട്രോണിക്സ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ഈ പദ്ധതിയുടെ ഭാഗമാണ്. കടുവകളുടെ മരണം ആശങ്കയാകുന്നു. 2025 ഇന്ത്യയിൽ 166 കടുവകൾ ചത്തതായി റിപ്പോർട്ട്. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കടുവകൾ ചത്തത്. ഇത് സംരക്ഷണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു. വാർത്ത തുടരും. സൈനിങ് ഓഫ്.